الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സമ്പൂർണമായ അനുഗ്രഹത്തിൻ്റെ സ്വർഗീയ വിശേഷത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ 1-2 ഖുതുബകളിലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് കേൾക്കാൻ ഏതൊരു മുഅ്മിനിനും വലിയ ഇഷ്ടമായിരിക്കും, താല്പര്യമായിരിക്കും. സ്വർഗത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല.
സ്വർഗത്തെ പോലെ തന്നെ വിശാലമാണ് അതിൻ്റെ വർണ്ണനയും. സ്വർഗം എത്രമാത്രം വിശാലമാണ്, അത്രമാത്രം വിശാല വിസ്തൃതമാണ് സ്വർഗത്തിലെ അനുഭൂതികളെ സംബന്ധിച്ചും പറഞ്ഞ് നമുക്ക് തരുന്നത്. വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൻ്റെ ആ വിശാലതയെ സംബന്ധിച്ചു പറഞ്ഞത് വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് വഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ. വസാരിഊ, നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ, നിങ്ങൾ മുന്നിട്ട് വരുവിൻ. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്. വജന്നത്തിൻ, സ്വർഗത്തിലേക്കും. ആ സ്വർഗത്തിലേക്കും അള്ളാഹു നമ്മളെ വിളിക്കുകയാണ്. രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്കും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ആ ജന്നത്തിലേക്കും ആ സ്വർഗത്തിലേക്കും അള്ളാഹു നമ്മളെ വിളിക്കുകയാണ്. എങ്ങനെയുള്ളതാണ് ആ സ്വർഗം? ആകാശ ഭൂമികളോളം വലിപ്പമുള്ളതാണത്, വിശാലമാണത് ആ സ്വർഗം എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ നമ്മൾ കാണുന്ന ഈ ആകാശത്തിൻ്റെ വലിപ്പം എത്രയാണ്? ആർക്കും ഇന്ന് വരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ആകാശത്തിൻ്റെ വിശാലത എത്രയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലത എത്രയാണ് എന്ന്. ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റേ അറ്റത്തിലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. ഒരു ആകാശത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഈ കാണുന്ന, നമ്മുടെ ഈ അടുത്ത് കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ആകാശ അണ്ട ആ കടാഹങ്ങളെക്കുറിച്ച്, പ്രപഞ്ചത്തിൻ്റെ ആ വിശാല വിസ്തൃതമായ ആ അവസ്ഥയിലേക്കൊക്കെ ഉള്ളിലോട്ട് കടന്ന് ആരും ചെന്നിട്ടില്ല. എന്തൊക്കെയാണ് മുകളിലോട്ട് പോകും തോറും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് ഓരോന്നും. നമുക്ക് ചില ക്യാമറകളിലൂടെ ഈ അടുത്തൊക്കെ ജെയിംസ് ക്യാമറ എന്നും പറഞ്ഞ ഒരെണ്ണം അയച്ചിരുന്നു ശാസ്ത്രജ്ഞന്മാർ, നാസ. അപ്പോൾ അതിൽ നിന്നും വരുന്ന അറിയിപ്പുകൾ, അതിൽ നിന്ന് തരുന്ന വിവരങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഓരോ ആ നക്ഷത്രങ്ങളുടെ അകലങ്ങൾ, വിശാലതകൾ ഒന്നുമല്ല. ഒരു നക്ഷത്രവും അടുത്ത നക്ഷത്രവുമായിട്ട് വളരെയധികം ദൂരമുണ്ട് എന്ന്. ഒരു നക്ഷത്രം അടുത്ത നക്ഷത്രവും തമ്മിൽ വളരെ ദൂരമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. പക്ഷേ അത് ഓരോന്നും വലിയ വലിയ അകലത്തിലാണ്, ദൂരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹു പറഞ്ഞ ആ സ്വർഗത്തിൻ്റെ വിശാലത എത്രയാണ് എന്ന് നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ ആ സ്വർഗത്തെക്കുറിച്ചാണ്, ആ സ്വർഗത്തിൻ്റെ അനുഭൂതികളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിവരിക്കുന്നത്. ആ സ്വർഗത്തിൻ്റെ വിവരണം കേട്ടുകഴിഞ്ഞാൽ ആർക്കാണ് ആ സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാകാതിരിക്കുക? ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗത്തിൻ്റെ വർണ്ണന കേട്ടാൽ അത് തനിക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആരും കൊതിക്കാതിരിക്കുകയില്ല. അത്രമാത്രം പ്രത്യേകതകൾ ഉള്ളതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലെ വിഭവങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ള, തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ആ ഭക്ഷണങ്ങൾ, കഴിക്കാനുള്ള ആഹാരങ്ങൾ എത്രമാത്രം ആനന്ദകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലോ ആഹാരത്തോട് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടായിരിക്കുകയില്ല. പ്രത്യേകിച്ചും നല്ല ഭക്ഷണം, നല്ല വിഭവങ്ങൾ, ഇറച്ചി, അതേപോലെ മുന്തിയ തരം മത്സ്യങ്ങളുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ നമുക്ക് കിട്ടാനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു. അതേപോലെ
ഓരോ ആഹാരങ്ങൾ നമ്മളിപ്പോൾ ഈ അടുത്തടുത്ത് കേൾക്കുന്നു. ഷവായയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു, കുഴിമന്തി എന്നൊക്കെ കേൾക്കുന്നു. ആഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവർക്കും. ഇപ്പൊ കുഴിമന്തിയൊക്കെ മതി. അത് അങ്ങനെ ഇന്നത്തെ തലമുറകൾക്കൊക്കെ, പുതിയ മക്കൾക്കൊക്കെ അതിനോടാണ് ഇഷ്ടം. അത് പുതിയ ഒരു ഭക്ഷണമാണ്, നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയതാണ്. അങ്ങനെ ഷവർമയും ഷവായിയും അൽഫാമും അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ദുനിയാവിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമാണ്, എത്രയോ രുചികരമാണ് സ്വർഗത്തിലെ വിഭവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വർഗത്തിലെ വിഭവങ്ങൾ അള്ളാഹു ഒരുക്കി തന്നിട്ടുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടം അനുസരണം കഴിക്കാനും അവിടെ സ്വർഗത്തിൽ നമുക്ക് അനുവാദമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഹനീഅൻ, യഥേഷ്ടം, സന്തോഷത്തോടെ ആനന്ദത്തോടെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവിൻ. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിൻ്റെ ഫലമായി. നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്ത ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾ നന്നായിട്ട് യഥേഷ്ടം, ഒരു തടസ്സവുമില്ല, ഒരു വിലക്കുമില്ല. ഇവിടെ നമുക്ക് വിലക്കുകളുണ്ട്, അതേപോലെ ലിമിറ്റുകളുമുണ്ട്, പരിധിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇവിടെ വെച്ച് കഴിക്കാൻ പറയുമ്പോൾ ആ പറയുന്ന കൂട്ടത്തിലൊക്കെ അല്ലാഹു പറയും, വലാ തുസ്രിഫു കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നുക, കുടിക്കുക, കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, പക്ഷെ അമിതമാവരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു അമിതക്കാരെ ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും. എന്നാൽ സ്വർഗത്തിലോ ഇഷ്ടം പോലെ തിന്നാം. അതങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്, പല വിധത്തില്, പല രൂപത്തില്, പല തരത്തിലുള്ള വിഭവങ്ങൾ, പ്രത്യേകിച്ചും ഫ്രൂട്ട്സുകൾ, പല ഫലവർഗങ്ങൾ. അതൊക്കെ സ്വർഗത്തിലെ നമുക്ക് എപ്പോഴും കിട്ടുന്ന കാര്യമാണ്. സ്വർഗത്തിൽ 2 നേരമാണ് ആഹാരം, രാവിലെയും വൈകുന്നേരം. 2 നേരം മാത്രമേ സ്വർഗത്തിൽ ആഹാരമുള്ളൂ. പക്ഷേ അല്ലാത്ത സമയങ്ങളിലോ ഈ ഫ്രൂട്ട്സുകൾ തന്നെ ധാരാളം, ഇത് കഴിക്കാൻ തന്നെ ധാരാളം, ഇഷ്ടം പോലെ ഭക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ കാര്യം പറയുമ്പോൾ, മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഉകുലഹാ ദായിമുൻ വളില്ലുഹാ. സൂറത്തു റഅദിലെ ആയത്താണ്. അല്ലാഹു പറയുകയാണ്, മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ അവസ്ഥ ഇങ്ങനെയാകുന്നു എന്ന് ഉദാഹരണം പറയും. എങ്ങനെയാണ്? തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും. സ്വർഗം എന്ന് പറയുന്നത് തോട്ടങ്ങളാണ്, മരങ്ങൾ നിറഞ്ഞ തോട്ടങ്ങളാണ് സ്വർഗം എന്ന് പറയും. ആ സ്വർഗത്തിന്റെ താഴ്ഭാഗത്തുകൂടി, ആ മരങ്ങളുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉകുലുഹാ ദായിമുൻ വളില്ലുഹാ. ഉകുലുഹാ ദായിമുൻ, അതിലെ ഭക്ഷണങ്ങൾ ദായിമുൻ, സ്ഥിരമായിട്ടുള്ളതാണ്, പതിവായിട്ടുള്ളതാണ്, നിന്നു പോവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല, നിലച്ചു പോവുകയില്ല, തീർന്നു പോവുകയില്ല, കഴിഞ്ഞു പോവുകയില്ല, എപ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തീർന്നു എന്നുള്ള ചിലപ്പോൾ കേൾക്കേണ്ടി വരും, തീർന്നു കേട്ടോ, ഭക്ഷണം കഴിഞ്ഞു. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെ ഒരിക്കലും കേൾക്കേണ്ടി വരികയില്ല. അള്ളാഹു അവന്റെ ദാസന്മാർക്ക് നൽകുകയാണ്. ഇതാണ് സ്വർഗം. എന്താണ്? കഴിഞ്ഞ പോയ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു, അതിന്റെ സമ്മാനമാണ് ഇതാ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നിങ്ങനെ പറയുകയാണ് റബ്ബ്. ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട്.
ദുനിയാവിൽ കുറെ കഷ്ടതകൾ, പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചു റബ്ബിന്റെ കാര്യത്തിൽ. റബ്ബ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിന്നു. ഇന്ന് ആ റബ്ബ് നമുക്ക് അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നൽകപ്പെടുകയാണ്. എല്ലാം യഥേഷ്ടം നൽകപ്പെടുകയാണ്. അതിന്റെ തണലും എല്ലാം സ്ഥിരമായിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിയയിൽ സ്വർഗ്ഗക്കാരെ കുറിച്ച് പറയുക, വഅസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മൻദൂദ് വളില്ലിൻ മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ. എന്താണ് അസ്ഹാബുൽ യമീൻ? വലതുപക്ഷക്കാർ, വലതുപക്ഷക്കാരായ ആളുകൾ. ഇസ്ലാമിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ വലതിനെ മുന്തിക്കാറുണ്ട്. വലത് കാര്യം. നമ്മൾ ഏത് നല്ല കാര്യവും വലത് കൊണ്ട് ആരംഭിക്കണം. ചെരുപ്പിടുകയാണെങ്കിലും, മുടി ഈരുകയാണെങ്കിലും, വസ്ത്രം ധരിക്കുകയാണെങ്കിലും എല്ലാത്തിനും വലതിനെ മുന്തിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ ഒരു പൊതു സ്വഭാവമാണ്. ഇവിടെ അത്തരത്തിൽ സ്വർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞത് അവർ വലതുപക്ഷക്കാരെന്ന്. അപ്പൊ ഇടതുപക്ഷക്കാരെന്നാണ് അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷക്കാർ എന്ന അതൊരു പ്രയോഗമാണ് ഖുർആനിന്റെ. അത് നമ്മൾ ഇവിടെ പാർട്ടിപരമായിട്ട് ചിന്തിച്ചു കളയരുത്. വലതുപക്ഷവും ഇടതുപക്ഷവും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് പാർട്ടിയായിട്ട് കണ്ടുകള. ഇത് അള്ളാന്റെ ഒരു നിശ്ചയമായ തീരുമാനമാണ്. വലതുപക്ഷം അത് നല്ല കാര്യങ്ങൾക്ക് അതിനെ മുന്തിക്കുന്നതാണ്. എന്താണ് ആ വലതുപക്ഷക്കാരുടെ അവസ്ഥ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് അള്ളാഹു പറയാൻ, ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരത്തിലെ പഴങ്ങൾ അവർക്കുണ്ട്. ഇവിടെ എന്താണ് ഇലന്ത മരം എന്നൊക്കെ പറയാൻ മുള്ളുകൾ നിറഞ്ഞതാണ്. പക്ഷെ സ്വർഗത്തിലെ ഇലന്ത മരത്തിൽ മുള്ളില്ല. അള്ളാഹ് പറയുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് ഇവിടെ കാണുന്ന ഇതിനോടൊന്നും നമ്മൾ അതിനെ കൂട്ടി യോജിപ്പിക്കാൻ പാടില്ല. സ്വർഗത്തിലെ എല്ലാം വ്യത്യസ്തമാണ്. എല്ലാം അവിടുത്തെ ഭക്ഷണങ്ങളും മരവൃക്ഷങ്ങളും എല്ലാം ആവട്ടെ, ദുനിയാവിലെ ഭക്ഷണമോ അതേപോലെ ദുനിയാവിലെ വൃക്ഷങ്ങളോ ഒന്നുമല്ല. ദുനിയാവിലേക്കാൾ എത്രയോ ഒന്നും അത് ഉദാഹരിക്കാൻ പറ്റുകയില്ല. രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. അതൊന്നും വേറെ തന്നെ. അപ്പൊ സ്വർഗത്തിലെ ഇലന്ത മരം അവർക്ക് ആ വലതുപക്ഷക്കാർക്കുണ്ട്. അടുക്കടുക്കുകളായി കുലകളുള്ള വാഴപ്പഴങ്ങളും അവർക്കുണ്ട്. അപ്പൊ ഇവിടുത്തെ പഴങ്ങളാണോ? അല്ല, സ്വർഗത്തിലെ വാഴക്കുലകളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അതിലെ ഒരു കുല തിന്നാൻ സമയം ഖിയാമത്ത് നാൾ വരെ തീരാൻ ഖിയാമത്ത് നാൾ വരെ സമയമെടുക്കുമെന്ന ഒരു കുല തിന്നു തീർക്കാൻ. നോക്കുക സഹോദരങ്ങൾ, എത്ര മാത്രം വിശാലമാണ് അപ്പോൾ ആ സ്വർഗത്തിലെ കാര്യങ്ങൾ. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നിറച്ച് വെച്ചിട്ടുള്ളത്. വിശാലമായ തണലുകൾ ഉണ്ടവിടെ. ചൂടില്ല സ്വർഗത്തിൽ, ചൂടും ഇല്ല തണുപ്പുമില്ല. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ്, കാലാവസ്ഥയാണ്. ശംസം വലാസം ഹരീറ എന്ന് പറയുന്നു. അവിടെ സൂര്യനില്ല സ്വർഗത്തിൽ. അതേപോലെ തന്നെയുള്ള വലിയ കഠിനമായ തണുപ്പും സ്വർഗത്തിലില്ല. അതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സ്വർഗത്തിലുള്ളത്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വിശാലമായ തണലുകളുണ്ട്. ഏതാണ് സ്വർഗത്തിലെ തണലുകൾ എന്ന് പറഞ്ഞാൽ? വിശാലമാണ്. ഓരോ മരമൊക്കെ അതിൻ്റെ വലിപ്പവും, വലിയ കൂറ്റൻ മരങ്ങളാണ് സ്വർഗത്തിൽ. അതിൻ്റെ ചുവടുകൾ സ്വർണമാണ്. തൂബ എന്നൊക്കെ പറഞ്ഞ മരങ്ങളുണ്ട്. തൂബ മരം, അതിൽ നിന്ന് ആ മരത്തിൽ നിന്നാണ് സ്വർഗത്തിലെ ആളുകൾ വസ്ത്രം ധരിക്കുന്നത്. അത് റെഡിയാണ്, റെഡിമെയ്ഡ് പോലെ.
സ്വർഗത്തിലെ ആ പട്ടുവസ്ത്രം, അതിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് ഒരു കുതിരക്കാരൻ കുതിരയെ ഓടിച്ച് 100 വർഷം സഞ്ചരിച്ചാലും ആ ഒരു മരത്തിന്റെ തണൽ വിട്ടുകടക്കാൻ സാധ്യമല്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ സംശയിക്കേണ്ട. ഈ പ്രപഞ്ചം തന്നെ എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി എന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിന്റെ സൃഷ്ടാവ് ആയ അള്ളാഹുവാണ് ഇതൊക്കെ സൂര്യൻ എത്ര ഭൂമിയേക്കാൾ എത്ര വലിപ്പത്തിലാണ് അത് നിലനിൽക്കുന്നത്. എത്ര 14 ഭൂമി ചേരുമ്പോഴേ ഒരു സൂര്യനാകുകയുള്ളൂ. അങ്ങനെ അത്ര വലിപ്പമുണ്ട്. വ്യാഴത്തിന്റെ കാര്യം പറഞ്ഞു. ഒരു വ്യാഴം 14 സൂര്യനെ ഉൾക്കൊള്ളുന്നതാണ് ഒരു വ്യാഴം എന്ന് പറയുന്നത്, ഭൂമിയെ. അപ്പൊ അത്ര വിശാലമാണ്, ഓരോന്നും വിശാലമാണ്. അപ്പൊ പിന്നെ സ്വർഗത്തിലെ കാര്യം അള്ളാഹു പറയുമ്പോഴോ നമുക്കത് വിശ്വസിക്കാം. നമ്മൾ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്, നമുക്ക് സംശയമില്ല. അള്ളാഹ് പറഞ്ഞോ നമുക്ക് വിശ്വാസമാണ്. അതാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസി എന്ന് പറഞ്ഞാൽ. അള്ളാഹു എന്ത് പറഞ്ഞോ, റസൂൽ എന്ത് പറഞ്ഞോ അത് വിശ്വസിക്കുക. അത് പിന്നെ ഭൗതികവാദിയാണ്, യുക്തിവാദി അങ്ങനെ പറഞ്ഞു, ഭൗതികവാദി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർഗത്തെ കളിയാക്കുന്നവരുണ്ട്. ഇതൊക്കെ മോഹിപ്പിക്കുന്ന കാര്യമാണ്, മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇവിടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഈമാൻ എന്ന് പറയുന്ന, മുഅ്മിൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ സഹോദരങ്ങളെ, സ്വർഗത്തിലെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. പിന്നെയും അള്ളാഹു പറയുകയാണ്, വഫാകിഹത്തിൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട്. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, അത് നിലച്ചു പോവാത്തതും തടസ്സപ്പെട്ടു പോവാത്തതുമാണ്. ഒരിക്കലും നിലച്ചു പോവുകയില്ല. സീസൺ അങ്ങനെ പറയുമല്ലോ. ഇപ്പൊ മാങ്ങയുടെ ഒരു സീസൺ വരണം, എന്നാലേ മാങ്ങ കിട്ടുകയുള്ളൂ. അങ്ങനെ ഓരോരോ സീസണുണ്ട്. പക്ഷെ സ്വർഗത്തിലോ അത് അങ്ങനെ ഒന്നുമില്ല, ഒരിക്കലും നിലച്ചു പോവുകയില്ല. അതേപോലെ അത് പറിക്കാൻ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് പറിക്കാം, ഒരാളുടെ സഹായവും നമുക്ക് വേണ്ടതില്ല, എത്തിപ്പറിക്കേണ്ടതില്ല. അത് നമുക്കിങ്ങനെ ചാഞ്ഞു നിൽക്കും, ചാഞ്ഞു വരും. ആ രീതിയിലാണ്. എല്ലാം ഒരു പ്രത്യേകമായ സെറ്റപ്പാണ് അവിടെ സ്വർഗത്തിൽ എന്ന് പറയുന്നത്. ദുനിയാവിലെ സെറ്റപ്പ് പോലെയല്ല. നമുക്ക് തോട്ടി വേണം പറിച്ചെടുക്കാനും, പിന്നെ ആളെ വേണം കയറ്റി പറിക്കാനും ഒക്കെ ആളെ തേടി നിൽക്കണം. എന്നാൽ സ്വർഗത്തിൽ അങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, വതിൽകൽ ജന്നത്തുല്ലതി ഊരിസ്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമാണിത്. അല്ലാഹു പറയുക, മസലുൽ ജന്നത്തില്ലതി ഊരിസ്തുമുഹ, നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്നിട്ടുള്ള സ്വർഗമാണിത്. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്. എന്നിട്ട് ആ സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹ് പറയുകയാണ്, ലക്കും ഫീഹാ ഫാകിഹതുൻ കസീറ മിൻഹാ തഅകുലൂൻ, നിങ്ങൾക്കവിടെ ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്. മിൻഹാ തഅകുലൂൻ, അതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു പറയാം. സൂറത്തുർ റഹ്മാനിൽ കാണാം, ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നമ്മൾ സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ കേൾക്കുന്നതാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, ആര് തന്റെ രക്ഷിതാവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നുവോ, ജന്നത്താൻ, അവന് 2 സ്വർഗം ഉണ്ടെന്നാണ്. 2 തോട്ടങ്ങൾ, 2 സ്വർഗ പൂങ്കാവനങ്ങൾ അവന് ലഭിക്കുന്നതാണ് എന്ന്. എന്നിട്ട് ആ സ്വർഗ പൂങ്കാവനത്തെ കുറിച്ച് പറയുന്നു, ഫീഹിമാ മിൻ കുല്ലി ഫാകിഹത്തിൻ സൗജാൻ, അവ രണ്ടിലും ഓരോ പഴവർഗ്ഗത്തിൽ നിന്നുള്ള ഈ 2 ഇനങ്ങളുണ്ട്, ഇനങ്ങൾ, ഓരോ ഇനങ്ങളും. വീണ്ടും അല്ലാഹു പറയാണ്, ഫീഹിമാ ഫാകിഹത്തും വനഖുലും വറുമ്മാൻ, അവ രണ്ടിലും, ആ ജന്നത്താനി എന്ന് പറഞ്ഞ ആ 2ലും പഴവർഗ്ഗങ്ങളുണ്ട്. പേരെടുത്ത് പറയുന്നു, ഈത്തപ്പനകളും റുമ്മാൻ പഴങ്ങളും അവിടെയുണ്ട്. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള ചില പഴവർഗ്ഗങ്ങളാണ്. പക്ഷേ ഇത് തന്നെ ആകണമെന്ന് നമ്മൾ ധരിച്ചു പോകരുത്. അതിലൊക്കെ ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വർഗത്തിലെ
പഴവർഗ്ഗങ്ങളെ കുറിച്ച്, അള്ളാഹു അവിടുത്തെ ഭക്ഷണ രീതികളെ സംബന്ധിച്ചൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക. ഇനി സ്വർഗത്തിലെ മാംസങ്ങൾ, അതിൽ ഏറ്റവും മുന്തിയത് സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറയുന്നത് പക്ഷി മാംസമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത്, അവിടെ എന്നാൽ എല്ലാം ശ്രേഷ്ഠമാണ്, ഏറ്റവും രുചികരമായതും ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും സ്വർഗത്തിലെ പക്ഷിമാംസത്തെ സംബന്ധിച്ചാണ്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, നിങ്ങൾ കൊതിക്കുന്ന പക്ഷിമാംസങ്ങൾ അവിടെ ഉണ്ട് എന്നാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പക്ഷിമാംസങ്ങൾ. സ്വർഗത്തിലെ പക്ഷികൾ അത് വലിയ വലിപ്പമുള്ളതാണ്. ഏതാണ്ട് ഒട്ടകത്തിൻ്റെ അത്രയും വലിപ്പമുള്ള പക്ഷികളാണ് എന്ന സ്വർഗീയ പക്ഷികൾ സംബന്ധിച്ച് പറഞ്ഞത്. സ്വർഗത്തിലെ പക്ഷികൾ അത്രയും വലിപ്പമുണ്ട്. ആ പക്ഷികളിൽ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ തിന്നാൻ നമ്മൾ വിചാരിച്ചാൽ, നമ്മളൊരു പക്ഷി പറന്നു പോകുമ്പോൾ അതിനെ ഒന്നും വിചാരിച്ചു അതിൻ്റെ മാംസം ഒന്ന് ഭക്ഷിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉടനെ അത് റെഡിയാണ്, ഉടൻ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ്. എന്താണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ഖാല ലീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി പറയുകയുണ്ടായി, ഇന്നക ലതൻദുറു ഇല ത്വയ്രി ഫിൽ ജന്നതി ഫതശ്തഹീഹി ഫയഖിറു ബൈന യദൈക മശ്വിയാ. ഇന്നക ലതൻദുറു ഇല ത്വയ്രി, നീ ഒരു പക്ഷിയിലേക്ക് നോക്കി. ഇബ്നു മസ്ഊദേ, നീ ഒരു പക്ഷിയിലേക്ക് നോക്കി. ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള. ഫതശ്തഹീഹി, നീ ഇഷ്ടപ്പെട്ടു, അതിന്റെ ഇറച്ചി തിന്നാൻ ആഗ്രഹിച്ചു. ഫയഖിറു ബൈന യദൈക മശ്വിയാ, അത് ഉടനെ റെഡിയായിട്ട് വരും, വേവിച്ച് റെഡിയാക്കപ്പെട്ടത്. നമ്മൾ ഷവായ എന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഒരു പദമാണ് ഈ മശ്വിയ, ഷവായ. നമ്മൾ ഈ നരകത്തിൽ കോഴി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നരകത്തിലെ കോഴി, ഇങ്ങനെ കറങ്ങുന്ന കോഴി, അതിനെ അതുപോലെ ഉള്ള, അത് അറേബ്യൻ ഫുഡാണ്. ഇത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അതാണ് അതിങ്ങനെ കറങ്ങിക്കിടും, ചുട്ട് വരുന്ന. അറബികൾക്ക് ഇഷ്ടം ചുട്ടതിനെ തിന്നാൻ അറബികൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അത് ഷവായായിട്ട് മശ്വിയായിട്ട് എന്ത് ചെയ്യും, വേവിച്ച് അത് നമ്മുടെ മുന്നിൽ കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ ആഗ്രഹം. അപ്പൊ സ്വർഗത്തിലെ വിഭവങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടാലും അതിങ്ങ് വരും എന്നുള്ളത്. അതാണ് സ്വർഗത്തിലെ ഈ ഇറച്ചികളെ സംബന്ധിച്ച്. അങ്ങനെ പല ഇറച്ചികളുമുണ്ട്. സ്വർഗത്തിൽ ആദ്യം ലഭിക്കുന്നത് മത്സ്യത്തിന്റെ കരളാണ് എന്നാണ്. ഹൂത്തിൽ കബുദുൽ ഹൂത്ത്, സ്വർഗത്തിലെ. അപ്പം ചിലർ നമ്മൾ വിചാരിക്കുമോ കരളാണോ? സ്വർഗത്തിലെ മത്സ്യമാണത്, അതിൻ്റെ കരളാണത്. അതും ആ കരള്, ആ ഒരു കരളിൻ്റെ നീളം തന്നെ വലിപ്പമാണ് എന്നാ പറയുന്നത്. അങ്ങനെയുള്ള സ്വർഗത്തിലെ ഒന്നും മടുക്കുകയില്ല, അവിടെ ഒരു മടുപ്പും തോന്നുകയില്ല. എല്ലാം കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ. പ്രായക്കാരൊന്നും കാണത്തില്ല അവിടെ. സ്വർഗത്തിൽ പ്രായക്കാരെങ്ങോട്ട് പിന്നെ പല്ലില്ല, തിന്നാൻ പറ്റുകയില്ല, അങ്ങനെ ഒരു പ്രയാസമില്ല അവിടെ. ഇതല്ല സ്വർഗം എന്ന് പറയുന്നത്, ഇതല്ല സ്വർഗത്തിലെ കാര്യം. ആളുകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ആദം നബിയുടെ ഹൈറ്റാണ് എന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൊക്കമാണ് സ്വർഗത്തിലെ ആളുകളുടെ പൊക്കം. അതായത് 60 മുഴം നീളം, 60 മുഴം നീളം. അങ്ങനെ ഒരു സമൂഹമൊക്കെ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ഈ സമൂദ് ഗോത്രം, ആദ് ഗോത്രം, അവരെ കുറിച്ചൊക്കെ ഖുർആൻ പറയുന്നത് ഇറമദാത്തിൽ ഇമാദ്, തൂണുകൾ പോലെയുള്ള ജനങ്ങൾ എന്നാണ്. പൊക്കമുള്ളവരായിരുന്നു അവർ. അവരെ ശിക്ഷിച്ചപ്പോൾ പറഞ്ഞത് അവരെ വെട്ടിയിട്ട ഈത്തപ്പന പോലെ ആയി എന്നാണ്. അവരെ അള്ളാഹു നശിപ്പിച്ചപ്പോൾ പറഞ്ഞത് അവരെ വെട്ടിയിട്ട ഈത്തപ്പനത്തടി പോലെയായി എന്ന്. അങ്ങനെയുള്ള ആ സമൂഹം. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പൊക്കമായിരിക്കും സ്വർഗത്തിലെ. പിന്നെ സൗന്ദര്യമോ, മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യമായിരിക്കും സ്വർഗവാസികൾക്ക്. അതേപോലെ തന്നെ ഈസാ നബിയുടെ പ്രായമായിരിക്കും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രായം മരിക്കും, ഇവിടെ നിന്ന് പോകുമ്പോൾ
ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ 33 വയസ്സ് പ്രായമായി. സ്വർഗത്തിലെ ആളുകൾക്കും 33 വയസ്സ് പ്രായമായി. ഇതൊക്കെ ഇങ്ങനെ പറയാണ്, പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെയോ സ്വർഗക്കാരുടെ ഭാഷയോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ലാംഗ്വേജ് ആയിരിക്കും, ഭാഷയായിരിക്കും. അഥവാ സ്വർഗത്തിലെ ഭാഷ അറബി ആയിരിക്കുമെന്ന്, അറബിയിലായിരിക്കും അവിടെ സ്വർഗവാസികൾ സംസാരിക്കുക. അപ്പോൾ ഇതൊന്നും നമ്മൾ അറബി പഠിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണെന്നൊന്നും ചിന്തിക്കേണ്ട. അതങ്ങനെയാണ്, ആ ലോകം അങ്ങനെയാണ്. അതേപോലെ തന്നെ സ്വർഗത്തില് ഇതെല്ലാം കഴിക്കുമല്ലോ. കഴിച്ച് ഇഷ്ടം പോലെ കഴിച്ചാൽ ഇനി എങ്ങനെ കക്കൂസ് തേടി പോണോ? പോവണ്ട, അതും ഇല്ല അവിടെ. അങ്ങനെ ഒരു പ്രയാസം ആ സ്വർഗക്കാർക്കില്ല. അള്ളാഹു എടുത്തു മാറ്റിയത്. ആ സിസ്റ്റം ഇവിടെ മാത്രമാണ്. എന്തെല്ലാം ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് നമ്മൾ കുടുങ്ങിപ്പോവും. ബസ്സിലോ മറ്റോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊന്നു രണ്ടിനോ ഒന്നിനോ ഒക്കെ മുള്ളാനോ പറ്റിക്കാനോ ഒക്കെ വന്നാൽ എന്തു ചെയ്യും? വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വരും. എന്നാൽ സ്വർഗത്തിലോ അങ്ങനെ ഒരു പ്രയാസം ഇല്ല എന്നുള്ളതാണ്. അത് അങ്ങനെ അവിടെ ഇല്ല. അപ്പൊ ഇത് ചോദിച്ചു, നമ്മളെപ്പോലെ സംശയമുള്ള സഹാബിമാർ നബിയോട് ചോദിച്ചു, അപ്പൊ നബിയെ ഈ കഴിക്കുന്നതൊക്കെ എങ്ങോട്ട് പോകും? ഈ കഴിക്കുന്നതെല്ലാം എങ്ങോട്ട് പോകും നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അതൊരു ഏമ്പക്കമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിയർപ്പ്, കസ്തൂരി മണമുള്ള വിയർപ്പായിട്ട് അത് പുറത്തോട്ട് പോകും. ഇതൊക്കെ സ്വർഗത്തിലെ അവസ്ഥകളാണ്. ഇത് നമുക്കിഷ്ടം അല്ലേ? ആ സ്വർഗമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ആ സ്വർഗം കിട്ടാൻ വേണ്ടി കൊതിക്കുക, ആഗ്രഹിക്കുക, ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വർഗത്തിലെ ഡ്രിങ്ക്സുകൾ, കുടിക്കാനുള്ള പാനീയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊരു മറ്റൊരു ഖുതുബയിൽ നമുക്ക് കേൾക്കാം. സ്വർഗത്തിലെ പാനീയങ്ങളെ കുറിച്ച്. അവിടെ മദ്യം കുടിക്കാൻ കൊടുക്കും. മദ്യം കുടിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടണ്ട. സ്വർഗത്തിലെ മദ്യവും ഹറാമല്ലേ? അതല്ല, സ്വർഗത്തിലെ മദ്യം വേറെയാണ്. സ്വർഗത്തിലെ മദ്യത്തിന് തലവേദന ഉണ്ടാവുകയില്ല, മത്ത് ബാധിക്കുകയില്ല, മത്തന്മാരായിട്ട് മാറുകയില്ല. ഇവിടെയോ നമ്മൾ ചിലരെയൊക്കെ പറയും പാമ്പാണ് എന്ന് പറയും. എന്താണ് ഇങ്ങനെ എവിടെയെങ്കിലും വഴിവക്കി കിടന്ന എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് അവൻ പാമ്പാണ്, അടിച്ചു അങ്ങനെ കിടക്കുകയാ വഴിവക്കിൽ, മൂത്രമൊഴിക്കുന്നു, ഒരു ഭാഗത്തുകൂടി മൂത്രമൊഴിക്കുന്നു, അങ്ങനെ കിടക്കുന്നു, ബോധം നഷ്ടപ്പെട്ടു. അതാണ് ഇവിടത്തെ കള്ളും. അതെ, സ്വർഗത്തിലെ കള്ളോ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല. കസ്തൂരിയാണ് അതിന്റെ ഖിതാമുഹു മിസ്ക്, അതിന്റെ മുദ്ര കസ്തൂരി വെക്കപ്പെട്ടതാണ്. യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ എന്നിങ്ങനെ സ്വർഗത്തിലെ കള്ള്, സ്വർഗത്തിലെ മദ്യത്തിന്റെ പുഴയുണ്ട് എന്ന ഇതൊക്കെ വിചാരിച്ച് അതോടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും വിചാരിക്കണ്ട. സ്വർഗത്തിലെ അള്ളാഹ് നൽകുന്നതാണ്. അത് അടിച്ചാൽ നമ്മൾ മത്തന്മാരായിട്ട് മാറുകയില്ല, അങ്ങനെ പോവുകയില്ല. അത് ഇവിടെ ലഹരി ഉള്ളത് കൊണ്ടാണ്. എന്താണ് മദ്യം ഹറാമാക്കിയത് പടച്ചവൻ? അതിൽ ലഹരി ഉള്ളത് കൊണ്ടാണ്. ലഹരി ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞുകൂടല്ലോ അല്ലേ? ഈ കള്ള് നിരോധിക്കുന്ന ഒരു ഘട്ടം വന്നിരുന്നു. പ്രവാചകൻ വരുമ്പോൾ ആ നാട്ടിലുള്ളവർ ഭൂരിഭാഗവും കള്ളിനോട് ഇഷ്ടമുള്ള ആളുകളായി. പ്രവാചകൻ മക്കയിൽ പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ കള്ളവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല. നമസ്കാരത്തിന് വരെ കള്ള് കുടിച്ചവർ വന്ന് നമസ്കരിച്ചിരുന്നു എന്നാണ്. അവരെ ഖുർആൻ അവരോട് വിലക്കുകയാണ്, നിങ്ങൾ ലാ തഖ്റബു സ്വലാത വഅൻതും സുകറ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുകയില്ല, നിങ്ങൾ ചൊല്ലുന്നത് തീരുകയില്ല, ഖുർആൻ ഓതിയാൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. ആ മദ്യത്തെ ഇസ്ലാം നിർത്തലാക്കപ്പെടുകയാണ്. ഒറ്റ ചോദ്യം ഖുർആൻ അവസാനം ഘട്ടം ഘട്ടമായിട്ടാണ് ആ മക്കയിൽ മദീനയിൽ മദ്യം ഒഴിവാക്കപ്പെട്ടത്, നിരോധിക്കപ്പെട്ടത് ഘട്ടം ഘട്ടമായിട്ടാണ്. അവസാനം ഒരു ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കാൻ തയ്യാറല്ലേ? ഇതിൽ നിന്നും വിരമിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്തഹൈന യാ റസൂലല്ലാഹ്, ഇതാ ഞങ്ങൾ റെഡിയാണ് നബിയെ, വിരമിക്കാൻ തയ്യാറാണ്. ഛർദ്ദിച്ച് കുടിച്ചു
ആ കുടിച്ചുപോയ ആളുകൾ വായിലേക്ക് കൈയിട്ടുകൊണ്ട് അത് പുറത്തേക്ക് ഛർദ്ദിപ്പിച്ചു. അതേപോലെ തന്നെ സൂക്ഷിച്ചു വച്ചിരുന്ന കള്ളിന്റെ വീപ്പകളൊക്കെ തച്ചുടച്ചു. ഒരു മദ്യത്തിന്റെ ചെറിയ ചാല് ആ മദീനയിൽ ഒഴുകിയെന്ന ചരിത്രം പറയുന്നു. അത്രമാത്രം. ഈ അവസാനം ഈ സൂക്തം അവതരിക്കുമ്പോൾ ഒരു ബാലൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഫഹൽ അൻതും മുൻതഹൂൻ എന്നിങ്ങനെ ഓതിപ്പോകുമ്പോൾ ഇവർ ശ്രദ്ധിക്കുകയാണ്. ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുകയാണ്. അവിടെ വെച്ച് നിർത്തിയവർ എന്നേക്കുമായിട്ട് അവരത് നിർത്തി എന്നുള്ളത്. അതാണ് ഇസ്ലാമിൻ്റെ ആ ഓരോ വിഷയത്തിലുള്ള പിന്നെ പ്രത്യേകമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, സ്വർഗത്തിലെ കള്ള് മദ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ദുനിയാവിലെ കള്ളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട സ്വർഗത്തിലേക്കാണ് നമുക്കൊക്കെ പോവേണ്ടത്. അതിന് അതിൻ്റെതായ ഒരു വഴി അള്ളാഹുവും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിലൂടെ അല്ലാതെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് കടക്കുവാൻ സാധ്യമല്ല. എന്താണോ അള്ളാഹുവും പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗപ്രവേശനം അനുവദിക്കപ്പെടുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ, തീർച്ചയായും സ്വർഗത്തിൽ ചില കൂടാരങ്ങളുണ്ട്. യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനിഹാ മിൻ ളാഹിരിഹാ. അതായത് ആ കൂടാരങ്ങളുടെ സവിശേഷത, പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സ്ഫടികം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. സ്ഫടിക സമാനമാണ്. അതിലേക്ക് പുറത്തു നിന്ന് ആരെങ്കിലും അകത്തോട്ട് നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പുറത്തേക്ക് നോക്കിയാലും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില കൂടാരങ്ങൾ, പളുങ്കിൻ്റെ കൊട്ടാരങ്ങൾ സ്വർഗത്തിൽ ഉണ്ട് എന്നാണ്. അഅദ്ദഹല്ലാഹു, ആ കൊട്ടാരം, ആ പളുങ്കിൻ്റെ കൊട്ടാരം ഒരുക്കി വച്ചിരിക്കുന്നത് ആർക്കാണ്? ലിമൻ, ഒരുത്തനുള്ളതാണ്. അത്അമ ത്വആമ വഅതാബൽ കലാമ വഅഫ്ശ സലാമ വസല്ല ബില്ലൈലി വന്നാസു നിയാം. ഈ പറയപ്പെട്ട ആളുകൾക്കുള്ളതാണ് സ്വർഗം എന്ന് പറയും. നബി ആർക്കാണ് സ്വർഗം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് അത്അമു ത്വആം, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ആഹാരം കൊടുത്ത് സഹായിക്കുക. ധാരാളക്കണക്കിന് ആളുകൾ പട്ടിണിയിൽ ഒക്കെ കഴിയുന്ന ആളുകളുണ്ട്. അവരെ തേടിപ്പിടിച്ച് നമുക്ക് കഴിയുന്ന രീതിയിൽ അവരെ തീറ്റിപ്പിക്കുക. അത്അമു ത്വആം, ഭക്ഷണം നൽകുക. വഅതാബൽ കലാം, നല്ലത് സംസാരിക്കുക. വായിട്ട് ലൈസൻസ് ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകരുത്. എന്തെങ്കിലുമൊക്കെ വെറുതെ ചുമ്മാ വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല. മോശമായ വർത്തമാനങ്ങളൊന്നും പറയാൻ പാടില്ല. മറിച്ച് അത്വാബൽ കലാം, നല്ലത് പറയുന്നവർക്കും ഉള്ളതാണ് ഈ സ്വർഗം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞു വാഫ്ഷ സലാം, സലാം പ്രചരിപ്പിക്കുക, സലാം പറയുക. കണ്ടുമുട്ടുന്നവരോടൊക്കെ നമ്മൾ സലാം പറയുക, അവർക്കും ഉള്ളതാണ് സ്വർഗം. പിന്നെ പറഞ്ഞു വസല്ല ബില്ലൈലി വന്നാസു നിയാം, രാത്രി നിസ്കരിക്കുക. വന്നാസു നിയാമുൻ, മനുഷ്യരെല്ലാം ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് റബ്ബിന്റെ മുമ്പിൽ രാത്രി പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്കും ഉള്ളതാണ് ഈ പറയപ്പെട്ട ഈ സ്വർഗത്തിലെ ഈ പളുങ്ക് കൂടാരങ്ങളിൽ നിന്ന്. അപ്പൊ പ്രത്യേകമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ
നമുക്ക് ഈ പറയപ്പെട്ട ഈ അനുഗ്രഹത്തിലേക്ക്, ഈ ശാശ്വതമായ അനുഗ്രഹം ഒരിക്കലും പിന്നെ മുറിഞ്ഞു പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവുകയില്ല, ശാശ്വതമാണ്. അവിടെ നിന്ന് ആരും ഇറക്കി വിടാൻ വരില്ല, നമ്മളെ ഇറക്കി വിടില്ല, പൗരത്വം ചോദിച്ചൊന്നും വരില്ല. അത് നമ്മുടെ എന്താണ്, നമുക്ക് അവകാശപ്പെട്ടത് സ്വർഗമാണ്. നമ്മുടെ അവകാശപ്പെട്ട ഇവിടെ നിന്ന് നമുക്ക് പോകണം, ഈ ദുനിയാവിൽ നിന്ന് പോയേ പറ്റൂ. അത് പിന്നെ എന്തിന്റെ പേരിലായാലും പൗരാവകാശത്തിന്റെ പേരിലായാലും അല്ലെങ്കിലും ഈ ദുനിയാവിൽ നിന്ന് ഒരിക്കൽ പോയേ പറ്റൂ. ഈ ദുനിയാവ് നമ്മുടെ ശാശ്വതമല്ല. എന്നാൽ പരലോകം അത് ശാശ്വതമാണ്, സ്വർഗം ശാശ്വതമാണ്. അതേപോലെ തന്നെ നരകവും ശാശ്വതമാണ്, ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ സ്വർഗത്തിനു വേണ്ടി നമ്മൾ പരമാവധി ഇബാദത്ത് ചെയ്യുക. സ്വർഗം ലഭിക്കുന്നത് അമലുകൾ കൊണ്ടാണ്. സ്വർഗത്തിൽ അമലുകളില്ല. ഇവിടെയാണ് അമൽ, അവിടെ പ്രതിഫലമാണ്, അവിടെ ജസാണ്, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ്. മാലിക് യൗമിദ്ദീനാണ്, അവിടെയാണ് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. അതാണ്, ആ സ്വർഗമാണ് നമുക്ക് വേണ്ടത്. ആ സ്വർഗത്തിൽ പോകാനുള്ള വഴികൾ ഈ പറയപ്പെട്ടത് ഒക്കെയാണ്. നല്ലത് സംസാരിക്കുക, സലാം പറയുക, അതേപോലെ തന്നെ നല്ലത് സംസാരിക്കുക, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, രാത്രിയിൽ നമസ്കരിക്കുക. നമ്മൾ നിസ്കരിക്കാറുണ്ടോ? നമ്മളൊക്കെ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഒരു രണ്ട് റക്അത്തെങ്കിലും നമ്മൾ രാത്രിയിൽ നമസ്കരിക്കാൻ ശ്രമിക്കണം. നല്ല അങ്ങനെയുള്ളവൻ പ്രകാശത്തോടു കൂടിയായിരിക്കും അന്ത്യനാളിൽ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ ഏറ്റവും അനുഗ്രഹമായ ഫിർദൗസിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ادخلنا الجنة يا رب العالمين. اللهم ادخلنا الجنة يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.